ഒരു 4-5 സ്ലൈസ് ബ്രെഡ് ഉണ്ട് വെച്ചെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്സ് റെഡിയാക്കി എടുത്താലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദ ചേർത്തി കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് അരിപ്പൊടി ചേർത്തിയിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്തി കൊടുക്കാം. 1 ടീസ്പൂണ് കറുത്ത എള്ളാണ് കേട്ടോ ചേർത്തി കൊടുത്തത്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ട് 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ പഴംപൊരിക്കൊക്കെ ബാറ്റർ തയ്യാറാക്കൂലേ, അതുപോലെ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ നല്ലവണ്ണം തന്നെ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് വെള്ളം മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഈ ഒരു ലൂസിലാണ് കേട്ടോ വേണ്ടത്. ഇനി നേരത്തെ കട്ട് ചെയ്ത് ഓരോ ബ്രെഡിൻ്റെ പീസും ഈ ബാറ്ററിലൊന്ന് മുക്കിയിട്ട് നമുക്ക് ചൂടായ എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഒരു വശം ആവുന്ന സമയത്ത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 വശം ആയാലേ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അങ്ങനെ എല്ലാതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ നമുക്ക് നല്ല പുറമേ നല്ല ക്രിസ്പി ഉള്ളിലൊരു സോഫ്റ്റും ആയിട്ടുള്ള തട്ടുകട സ്പെഷ്യൽ ബ്രെഡ് പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ.